Hello all, welcome to Teacher at Home. Today class we are going to learn the 5th chapter, that is the basic constituents of matter. What are the different states of matter? We know that it is the solid, liquid and the gas form. The earth in which we live is rich in diverse substances. Most of the substances which occur in different physical state are mixtures and few others are pure substance. ഒരേ തരത്തിൽ ഉണ്ടാക്കിയതാണ് നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ് പറയുന്നത്. പിന്നെ രണ്ട് തരം സബ്സ്റ്റൻസ് മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് mixtures ലഭ്യമാവുന്നത്. Classify the substances familiar to you in a mixture and pure substances. Do you see what substances in the above picture? അപ്പോൾ മുകളിൽ ഇരിക്കുന്നതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടില്ലേ? എന്തൊക്കെയാ? പൊട്ടാഷ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ ഉണ്ട് അല്ലേ? പിന്നെന്താ ഉള്ളത്? സോൾട്ട് സൊല്യൂഷൻ, കോപ്പർ is there, then carbon, iron ore, sulfur is there, then water, copper sulfate solution, everything is visible. Then break a piece of sugar candy. Break the pieces thus obtained again into small pieces. അപ്പോൾ എന്താ പറയുന്നത്? ശർക്കര കൽക്കണ്ടം മുറിച്ചു നോക്കുക, അതിന് പിന്നെയും ചെറുതാക്കുക. Have you ever thought how small the particles can be made into breaking it? അപ്പോൾ എത്ര ചെറുതാക്കുക എന്നുള്ളത് അല്ലേ, മുറിക്കുന്നതിലൂടെ നമുക്ക് അതിനെ എത്രത്തോളം ചെറുതാക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഷുഗർ കാൻഡി, പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, ഗോൾഡ്, സിൽവർ എക്സെട്ര ആർ പ്യൂർ സബ്സ്റ്റൻസ്. എന്താണ്? കൽക്കണ്ടം, പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, ഗോൾഡ്, സിൽവർ ഇതൊക്കെ എന്താണ്? പ്യൂർ സബ്സ്റ്റൻസ് ആണ് അല്ലേ? You know that the particles in sugar candy, potassium permanganate solution cannot be seen as they are extremely small. അപ്പോൾ ഇതൊക്കെ ചെറിയ പാർട്ടിക്കിൾസ് ആണ്, ഇതൊക്കെ നമുക്ക് കണ്ണിലൂടെ കാണാൻ പറ്റുകയില്ല. Now let's carry out an experiment. അപ്പോൾ ഇതറിയാൻ വേണ്ടി നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാണ്. എന്താ അത്? Take 1 or 2 pieces of camphor in a china dish. അപ്പോൾ ഒരു ചൈന ഡിഷിൽ നമ്മൾ എന്തൊരു കർപ്പൂരം എടുത്തു അല്ലേ? Heat the china dish slowly. What do you observe? അപ്പോൾ ഈ ചൈന ഡിഷ് ഒന്ന് മെല്ലെ ഹീറ്റ് ചെയ്യുക. നമ്മൾ എന്താ കാണുക? What kind of change occurs to camphor? Camphorന് എന്ത് മാറ്റാ സംഭവിക്കുക? Do you get the smell? നിങ്ങൾക്ക് ആ മണം കിട്ടിയോ? Doesn't the smell linger even after the camphor has disappeared? അപ്പോൾ ആ മണം നമുക്ക് അനുഭവിക്കാൻ പറ്റും അല്ലേ? കർപ്പൂരം കത്തി തീർന്നാലും നമുക്ക് എന്ത് ആ മണം ഫീൽ ചെയ്യാൻ പറ്റും. Here also the particles of camphor are not visible. ഇവിടെയും നമ്മൾ എന്താണ്? camphor നമുക്ക് കാണാൻ പറ്റില്ല. Now can't you infer that camphor has spread in air as extremely small particles? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റില്ലേ എന്താണ്? camphor വായുവിൽ ലയിച്ചു കഴിഞ്ഞു അല്ലേ? ചെറിയ പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് വായുവിൽ പെട്ടെന്ന് ലയിച്ചു കഴിഞ്ഞു. Isn't the same what happens when water taken in a watch glass evaporate? അപ്പോൾ ഇതുപോലെ തന്നെയാണ് എന്ത്? വെള്ളം when water taken in a watch glass evaporate. വാട്ടർ ഗ്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു കേട്ടോ? വെള്ളം എടുത്തു കഴിഞ്ഞാലും അത് ഇതുപോലെ ഇവാപറേറ്റ് ചെയ്തു പോകും. It may therefore be learned that all substances, എല്ലാ സബ്സ്റ്റൻസ് ലൈക്ക് ഷുഗറും, ഷുഗർ കാൻഡി, പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, വാട്ടർ, camphor are made of minute particles അല്ലേ? പൊട്ടാഷ്യം പെർമാംഗനേറ്റും പിന്നെന്താണ്? വെള്ളവും കർപ്പൂരവും ഒക്കെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. സിമിലർലി പ്യൂർ സബ്സ്റ്റൻസസ്, എന്തൊക്കെയാണ് പ്യൂർ സബ്സ്റ്റൻസ്? ഗോൾഡ്, സിൽവർ അല്ലേ? അതും എന്താണ്? ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. Can pure substance be further decomposed? ഈ പ്യൂർ സബ്സ്റ്റൻസിനെ പിന്നെയും നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ? Fill 1/4 of a boiling tube അല്ലേ? ഒരു ബോയിലിംഗ് ട്യൂബിന്റെ പകുതിയോളം എന്തെടുക്കണം? പഞ്ചസാര എടുക്കണം. ആൻഡ് ക്ലോസ് ഇറ്റ് വിത്ത് കോട്ടൺ, എന്നിട്ട് കോട്ടൺ വെച്ച് അടച്ചു വെക്കണം. Then heat the boiling tube strongly. എന്നിട്ട് ഈ ട്യൂബ് നന്നായിട്ട് ചൂടാക്കുക. അപ്പൊ എന്താ നമുക്ക് കാണാൻ പറ്റുക? What are the substances obtained by heating sugar? അല്ലേ? പഞ്ചസാര ചൂടാക്കുമ്പോൾ നമുക്ക് എന്താണ് ലഭിക്കുക? Now you know that carbon and water are the components of sugar. അപ്പൊ പഞ്ചസാരയുടെ സാധനങ്ങൾ എന്തൊക്കെയാണ്? കാർബണും വെള്ളവുമാണ് അല്ലെ? കാർബൺ obtained by heating sugar cannot be further divided. അപ്പൊ ഈ കാർബൺ എന്ന് പറയുന്നത് പഞ്ചസാര ചൂടാക്കുമ്പോൾ നമുക്ക് പിന്നെ അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ 1806 ഹംഫ്രി ഡേവി എന്താ കണ്ടുപിടിച്ചത്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ, വെള്ളത്തിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അത് സ്പ്ലിറ്റ് ആവും. എന്തൊക്കെയായിട്ട് ഫോം ചെയ്യും? ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് ഫോം ചെയ്യും. ഇൻഫാക്ട് ഡേവിസ് ഫൈൻഡിങ്സ് വാസ് മെയ്ഡ് പോസിബിൾ ബൈ ദ ഡിസ്കവറി. അപ്പൊ ഡേവിയുടെ ഫൈൻഡിങ് എങ്ങനെയാ പോസിബിൾ ആയത്? ഹെൻറി കാവൻഡിഷ് that hydrogen burn into oxygen and give water. ഹൈഡ്രജൻ ബേൺ ചെയ്തിട്ട് ഹൈഡ്രജൻ ബേൺസ് ഇൻ ഓക്സിജൻ, ഓക്സിജന്റെ സഹായത്തോടു കൂടി ഹൈഡ്രജൻ ബേൺ ചെയ്ത് എന്ത് ഫോം ചെയ്യും? വെള്ളം ഫോം ചെയ്യും. ഷുഗർ എ പ്യൂർ സബ്സ്റ്റൻസ് ക്യാൻ ബി ഫർദർ ഡിവൈഡഡ് ഇൻടു കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഷുഗർ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്യൂർ സബ്സ്റ്റൻസ് ആണ്. അപ്പൊ അതിനെ പിന്നീട് നമുക്ക് മുറിക്കാൻ പറ്റും. എന്തൊക്കെയായിട്ടാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആയിട്ട് അല്ലെ? Another pure substance is water, which can be divided into hydrogen and oxygen. At the same time, pure substance like carbon, hydrogen, oxygen, gold and silver cannot be further divided into components by chemical reactions. അപ്പോൾ ഈ കാർബൺ, ഹൈഡ്രജൻ ഇതൊന്നും പിന്നീട് നമുക്ക് വേറെ സബ്സ്റ്റൻസ് ആക്കാൻ പറ്റില്ല. Elements and compounds. Don't you now realize that pure substance are of two kinds? Pure substance എന്ന് പറഞ്ഞാൽ രണ്ട് തരമുണ്ട്. ഏതൊക്കെയാ?
which cannot be further decomposed through chemical process are called elements. അല്ലേ? Pure substance which cannot be decomposed. പിന്നീട് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ചെറിയ സബ്സ്റ്റൻസ് ആക്കാൻ പറ്റില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, എലമെന്റ്സ് എന്ന് പറയുക. അല്ലെ? ഫൈൻഡ് ഔട്ട് ദ എലമെന്റ്സ് ആൻഡ് ലിസ്റ്റ് ദം. ഏതൊക്കെയാണ് എലമെന്റ്സ്? ഏതൊക്കെയാണ്? ഹൈഡ്രജൻ. അല്ലെ? കമ്പൗണ്ട്സ് ഓഫ് പ്യുവർ സബ്സ്റ്റൻസ് ഫോംഡ് ഫ്രം 2 or more elements through chemical combination. കമ്പൗണ്ട്സ് എന്ന് പറയുന്നത് എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് എന്നാണ്. അല്ലെ? 2 or 3 സബ്സ്റ്റൻസിൽ നിന്ന് ഫോം ചെയ്യണ ഒരു പ്യുവർ സബ്സ്റ്റൻസ് എന്തിലൂടെ? കെമിക്കൽ കോമ്പിനേഷനിലൂടെയാണ് അത് ഫോം ചെയ്യണത്. Converted into constituent elements through sustainable chemical process. More example for compounds and note them in the science diary. Water and sugar. But in early days pictures were used as the symbols. അല്ലെ? Elements നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്ത്? പിക്ചർ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്തത്. Discovered Berzelius എന്താ ഡിസ്കവർ ചെയ്തത്? സെലീനിയം, തോറിയം, സീരിയം, സെലീനിയം, തോറിയം, സീലിയം ആൻഡ് സിലിക്കൺ. എലമെന്റ്സ് ഓഫ് പ്യുവർ സബ്സ്റ്റൻസ്. വിച്ച് എലമെന്റ്സ് എന്ന് പറയുന്നത് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അല്ലെ? അതിനെ പിന്നീട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. കോമ്പൗണ്ട്സ് എന്താണ്? കോമ്പിനേഷൻ ഓഫ് 2 or more elements. അല്ലെ? 2 or 3 എലമെന്റ്സിന്റെ കോമ്പിനേഷനിലൂടെയാണ് നമുക്ക് ഇത് ഫോം ചെയ്യാൻ പറ്റുക. ഒറിജിൻ ഓഫ് ദ നെയിം ഓഫ് എലമെന്റ്സ്. ഹാവ് യു എവർ തോട്ട് ഹൗ മച്ച് നൗ ഈച്ച് എലമെന്റ് ഗോട്ട് ഇറ്റ് നെയിം? ഓരോ എലമെന്റിനും എങ്ങനെയാണ് അതിന്റെ പേര് കിട്ടിയതെന്ന് മനസ്സിലായോ? ഇൻ ദ പാസ്റ്റ് ദ എലമെന്റ്സ് were named after places. അപ്പൊ പഴയ കാലത്ത് ഈ എലമെന്റ്സ് എങ്ങനെ നെയിം ചെയ്തത്? പ്ലേസസ്, കൺട്രീസ്, കോണ്ടിനെന്റ്സ്, ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ്, സയന്റിസ്റ്റ്, പ്ലാനറ്റ്സ്, സാറ്റലൈറ്റ്സ് എക്സെട്ര. അല്ലെ? ഇങ്ങനെ ഓരോന്നിലൂടെയാണ് അതിനെ നമ്മൾ നെയിം ചെയ്തത്. അപ്പൊ എലമെന്റ് ദ ബേസിസ് ഓഫ് നെയിമിങ്. ഓരോ എലമെന്റ്. പൊളോണിയം എങ്ങനെ നെയിം ചെയ്തത്? പോളണ്ട് എന്ന കൺട്രിയിൽ നിന്നാണ് പൊളോണിയം നെയിം ചെയ്തത്. ക്യൂറിയം ആണെങ്കിലോ മേരി ക്യൂറി എന്ന സയന്റിസ്റ്റിന്റെ പേരിൽ നിന്നാണ് ക്യൂറിയം. ക്രോം എന്ന് പറയുന്നത് ഒരു കളറാണ്. ഇത് ഗിവ്സ് ക്രോമിയം. Indium is a color, that is the color indigo gives indium. Chloro is also a color which gives chlorine. Neptune is a planet which gives neptunium. Europe is a continent which gives europium. അതേപോലെ അമേരിക്കം, ഫ്രാൻസിയം ഇതൊക്കെ ഒരു കൺട്രീസ് ആണ്. അല്ലെ? പ്ലൂട്ടോണിയം it is a planet. Titanium it is a mineral. Mendeleev and Rutherfordium they are the 2 scientists. Symbols are used for representing elements. അപ്പോൾ ഓരോ എലമെന്റ്സിനെയും റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും? സിമ്പിൾസ് ഉപയോഗിക്കും. അല്ലെ? Assign the elements in different ways. എങ്ങനെയൊക്കെയാണത്? എലമെന്റ്സ് ഏതൊക്കെയാ? കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ ആൻഡ് സൾഫർ. ഫോർ കാർബൺ C, oxygen O, nitrogen N, hydrogen H and sulfur S. The first letter of the English name is used as a symbol for the elements in the table. Capital letters are used as the symbols. അപ്പോൾ ഓരോ ഇതിന്റെയും ക്യാപിറ്റൽ ലെറ്റർ, കാർബണിന്റെ C, ഓക്സിജന്റെ O, നൈട്രജന്റെ N. But for some elements, along with the first letter, the second or the other prominent letter is also used as a symbol. പക്ഷെ ചില എലമെന്റ്സ് ഒരേപോലെയൊക്കെ ഉണ്ടാവും അല്ലെ സിമ്പിൾസ്. അപ്പൊ എന്ത് ചെയ്യും? സെക്കൻഡ് എലമെന്റ് കൂടെ എടുക്കും. ഇപ്പൊ കാൽഷ്യം ആണെങ്കിലോ C പറയുമ്പോൾ കാർബൺ ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? Ca കാൽഷ്യം. ക്ലോറിന് C again coming C. അപ്പൊ നമ്മൾ എന്താ എടുത്തത്? Cl എന്ന് എടുക്കും. ക്രോമിയം Cr, ബ്രോമിൻ Br, ബെറിലിയം Be. The symbols of some elements have been derived from the Latin names. That is elements, Latin name and symbol. Sodium, Latin name is natrium, symbol Na. Potassium, Kalium, K. Copper, cuprum, Cu. Iron, ferrum, Fe. Periodic table of elements are given in the picture. Analyzing the periodic table, find out the following. The elements familiar to you, elements which can be actually seen, elements which are most useful in our daily life. Atoms and molecules. Let us see which is the simplest particle of an element. The element, അതായത് എലമെന്റിന്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ഏതാണ്? എലമെന്റ് കാർബൺ. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് എക്സ്ട്രീംലി അല്ലെ? കാർബൺ ഇപ്പൊ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ചെറിയ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. തിങ്ക് ഓഫ് ബ്രേക്കിംഗ് അപ്പ് എ പീസ് ഓഫ് കാർബൺ ഇൻ ടു സ്മോൾ. അപ്പൊ നമ്മൾ കാര്യം ചിന്തിക്കുക, എന്താണ്? കാർബണിനെ ചെറുതാക്കുകയാണ്. When it is broken in this manner, we get the smallest particle. which ആ സ്മോളസ്റ്റ് പാർട്ടിക്കിളിൽ എന്തുണ്ടാവും? കാർബണിന്റെ എല്ലാ പ്രോപ്പർട്ടിയും അതിൽ അടങ്ങിയിട്ടുണ്ടാവും. This smallest particle is called the atom. Other elements are also made up of this atom. അല്ലെ? ഈ സ്മോളസ്റ്റ് പാർട്ടിക്കിളിനെയാണ് നമ്മൾ എന്ത് പറയാ? ആറ്റം എന്ന് പറയാ. വേറെ എലമെന്റ്സും എന്താണ്? ഈ പ്രോപ്പർട്ടി കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. Atom is the smallest particle which shows all the characteristic part. അപ്പൊ ആറ്റം എന്ന് പറയുന്നത് എന്താണ്? സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണ്. എന്താ അത് കാണിക്കുക? എല്ലാ പ്രോപ്പർട്ടീസും അല്ലെ? എലമെന്റ്സിന്റെ എല്ലാ പ്രോപ്പർട്ടീസും അത് കാണിക്കും. Atom of some gaseous elements. Gaseous elements ഏതൊക്കെയാ? ഹീലിയം, നിയോൺ can exist as free single atoms. But atom of some other gaseous elements ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, ഓക്സിജൻ exist as a combination അല്ലെ? രണ്ട് ആറ്റത്തിന്റെ കോമ്പിനേഷനിലൂടെ മാത്രമേ ഹൈഡ്രജനും ഓക്സിജനും കാണിക്കുള്ളൂ. ഹീലിയമും നിയോണൊക്കെ സിംഗിൾ ആറ്റംസ് ആയിട്ട് കാണിക്കും. Atom of some elements are seen to exist as a combination of 2 atoms. The smallest particle which can exist independently are called molecules. അപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണം പാർട്ടിക്കിളിനെയാണ് നമ്മൾ എന്ത് പറയുക? മോളിക്യൂൾസ് എന്ന് പറയുക. Like elements, compounds also have
molecules. Molecules of compounds consisted of two or more different elements. Compounds in the molecules atoms of two or more different elements consist ചെയ്യും. Molecules are the smallest particle which can exist. Molecules എന്ന് പറയുന്നത് എന്താണ്? Smallest particle ആണ്. ഒറ്റയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന smallest particles ആണ് എന്ത്? Molecules. Method of representing atoms and molecules. You have studied the method of assigning symbols for the elements. അല്ലേ? ഓരോ എലമെന്റ്സിനും നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? സിമ്പിൾസ് കണ്ടുപിടിച്ചു. Now let us see how the atoms and molecules, ആറ്റവും മോളിക്യൂളും എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. The symbol of helium, He. When we write helium, it represents one atom of an helium element. അല്ലേ? ഹീലിയം എലമെന്റിന്റെ ഒരു ആറ്റം ആണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. What does two atoms of helium element? Elements like helium and neon and argon, they are seen in nature as single atom. അപ്പോൾ ഏതാണ്? ഹീലിയമും നിയോണും ആർഗണും യൂണിവേഴ്സിൽ എങ്ങനെയായിട്ടാണ് കാണുന്നത്? നേച്ചറിൽ എങ്ങനെയായിട്ട്? സിംഗിൾ ആറ്റം ആയിട്ടാണ് കാണപ്പെടുന്നത്. ദേ ആർ മോണോ ആറ്റമിക്. സിംഗിൾ ആറ്റം ആയിട്ട് കാണപ്പെടുന്നത് കൊണ്ട് അവരെ എന്ത് പറയും? മോണോ ആറ്റമിക് മോളിക്യൂൾസ് എന്ന് പറയും. Molecules can be represented as He, Ne and Ar. But elements like hydrogen എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുക? ഡൈആറ്റമിക് മോളിക്യൂൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും അല്ലേ? represented as H2. Represented as hydrogen atom H ഉം molecule H2 ഉം. Some elements exist as a molecule of more than two atoms. Phosphorus ആണെങ്കിൽ P4, sulfur S8 are example of such elements. Molecule with only one atom. ഒരു ആറ്റം മാത്രമുള്ള മോളിക്യൂളിനെ നമ്മൾ എന്താ പറയുക? മോണോ ആറ്റമിക് മോളിക്യൂൾസ് എന്ന് പറയും. Those with two atom ആണെങ്കിൽ ഡൈആറ്റം. More than two ആണെങ്കിലോ polyatomic molecules എന്ന് പറയും. In monoatomic molecule, the number given on the left side of the symbol indicates the number of molecules or atoms. അല്ലേ? Molecules or atoms. ഇനി polyatomic molecule ആണെങ്കിൽ subscript on the right side of the symbol represent the ഇതിൽ number on the left side ആണ് അല്ലെ ഇൻഡിക്കേറ്റ് ചെയ്യണത്. പോളിയാറ്റോമിക്കൽ ആണെങ്കിൽ എന്താണ്? റൈറ്റ് സൈഡിൽ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് തരുന്നതാണ് one molecule. The total number of molecules it indicate on the left side. അപ്പോൾ ടോട്ടൽ നമ്പർ എന്ന് പറയുമ്പോൾ 2H എന്നൊക്കെ പറയില്ലേ? ഇതാണെങ്കിൽ H2. Okay. Can you imagine the size of an atom? The word atom derived from the word atomos. It means എന്താണ്? Something indivisible. Diameter of a gold atom എന്ന് പറയുന്നത് ഇത്രയാണ് 0.0, that is 7.000254 centimeter, which means around 3.5 crores gold atoms arranged in a row. In monoatomic molecules, we have seen monoatomic, diatomic, polyatomic. Mono എന്ന് പറയുമ്പോൾ He, Ar അതൊക്കെ monoatomic ആണ്. Diatomic H2Cl2O2. poly എന്ന് പറയുമ്പോൾ P4, S8 ഒക്കെ poly. Compounds. We have seen how molecules are formed from the same type of atom. അല്ലേ? ഒരേ ആറ്റത്തിൽ നിന്നാണ് എങ്ങനെയാണ് ഈ മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. Millions of English words are formed from the letters of English alphabet. അപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ നിന്നാണ് ഈ ലക്ഷക്കണക്കിനുള്ള ഇംഗ്ലീഷ് വേർഡ് കണ്ടുപിടിച്ചത് അല്ലേ? Words contain molecules formed from atoms of different elements. Compound molecules and atoms. Moleculesum atoms present. Molecules എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ ക്ലോറൈഡ്, വാട്ടർ, ഷുഗർ, മെർക്കുറിക് ഓക്സൈഡ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൽ എന്തൊക്കെ ആറ്റംസ് ആണ് പ്രസന്റ്? കാർബണും ഓക്സിജനും. ഹൈഡ്രജൻ ക്ലോറൈഡിൽ ഹൈഡ്രജനും ക്ലോറിനും. വാട്ടർ ആണെങ്കിലോ ഹൈഡ്രജനും ഓക്സിജനും. ഷുഗർ ആണെങ്കിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. Mercuric oxide ആണെങ്കിൽ മെർക്കുറിയും ഓക്സിജനും. Carbon dioxide is a compound. Carbon dioxide is formed when carbon burns in oxygen. അല്ലേ? Carbon burns in oxygen, we get carbon dioxide. Carbon dioxide is formed by the decomposition of calcium carbonate. Whatever be the source of a compound, a fixed ratio is maintained between the atoms of different elements present in it. In carbon dioxide molecule, the ratio of carbon atom to oxygen എന്ന് പറയുന്നത് എന്താണ്? 1:2 അല്ലേ? CO2 പറയുമ്പോൾ C1O2. This carbon dioxide molecule can be represented as എങ്ങനെയാ? CO2. This type of presentation is known as the chemical formula of that compound. The table shows some molecules and atoms present in them. ഏതൊക്കെയാ? Carbon dioxide, carbon 1, oxygen 2, CO2. Water, hydrogen 2, oxygen 1, H2O. A chemical formula of sulfuric acid is H2SO4. How many hydrogen atom is present? 2 hydrogen atom is present in one molecule of sulfuric acid. Sulfur atoms, 1 molecule of sulfur is present. Oxygen atom, 4. Altogether, how many atoms are present? 2H2O. That is 2 into hydrogen എത്ര എന്നുള്ളത് എഴുതണം, സൾഫർ എത്ര, ഓക്സിജൻ എത്ര എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. Chemical equation. Write the symbol of the element.
zinc. Zinc എങ്ങനെ എഴുതുക? Zn. What is the formula of hydrochloric acid? HCl. You have seen familiar reaction between HCl and zinc. What are the result of the reaction? HCl plus Zn gives ZnCl plus H. Zinc chloride plus hydrogen H2. Substance taking part in chemical reaction. ഏത് സബ്സ്റ്റൻസ് ആണോ ടേക്ക് പാർട്ട് ചെയ്യുന്നത് ഇതിൽ ഏതൊക്കെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും. അതാണ് എന്ത്? റിയാക്ടൻസ് അല്ലെ. സബ്സ്റ്റൻസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് റിയാക്ഷൻ. അപ്പൊ ഇതിൽ നിന്നുണ്ടായ സബ്സ്റ്റൻസ് അതിനെ നമ്മൾ എന്താ പറയുക? വാട്ട് ഈസ് ദാറ്റ് ഈസ് പ്രൊഡക്ട്സ്. പ്രൊഡക്ട്സ് എന്ന് പറയും അല്ലെ. നോട്ട് ദ റിയാക്ഷൻ ആൻഡ് പ്രൊഡക്ട്സ് ഇൻ ദ റിയാക്ഷൻ ബിലോ. റിയാക്ടൻസ് ഏതൊക്കെയാണ്? ഹൈഡ്രജൻ ക്ലോറൈഡും സിങ്കും. പ്രൊഡക്റ്റ് ആണെങ്കിൽ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും. ഇത് കണ്ടില്ലേ? ഇതാണ് റിയാക്ഷൻ. Can be represented as equation containing the symbol and the chemical formula of the reactants and the products. ഇതാണ് റിയാക്ടൻസ്. Zn ഉം HCl ഉം. പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത് ZnCl2 plus H2. ഇതിൽ ബാലൻസ്ഡ് കറക്റ്റ് അല്ല അല്ലെ. ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത് കറക്റ്റ് അല്ല. അപ്പൊ ഇതിൽ കോളത്തിൽ എന്താ തന്നിരിക്കുന്നത്? ആറ്റം ഏതൊക്കെയാണ്? Zn, H ഉം ക്ലോറിനും. നമ്പർ ഓഫ് ആറ്റംസ് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ്. Zn എത്ര ഉണ്ട് റിയാക്ടന്റിൽ? 1. പ്രൊഡക്റ്റ് ആണെങ്കിലോ 1 തന്നെ. ഹൈഡ്രജൻ ആണെങ്കിൽ റിയാക്ടൻസിൽ 1, പ്രൊഡക്റ്റിൽ 2. ക്ലോറിനോ റിയാക്ടൻസിൽ 1, പ്രൊഡക്ട്സിൽ 2. അപ്പൊ ഇത് ബാലൻസ് ചെയ്യണം. ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണത്? Zന്റെ കൂടെ 2HCl ആഡ് ചെയ്യുമ്പോൾ ZnCl2 plus H2. അപ്പൊ ബാലൻസ് ആയോ? Zn 1 തന്നെയാണ്. ഹൈഡ്രജനോ 2 ആയി. ക്ലോറിനോ 2 ആയി അല്ലെ. അപ്പൊ ബാലൻസ്ഡ് ആയി. അപ്പൊ Zn റിയാക്ടൻ സൈഡിൽ 1, പ്രൊഡക്ട്സിൽ 1. ഹൈഡ്രജൻ റിയാക്ടൻ 2, പ്രൊഡക്റ്റ് 2. ക്ലോറിൻ റിയാക്ടൻ 2, പ്രൊഡക്റ്റ് 2. Isn't the number of atoms of the same kind on both sides of the arrow equal? When a chemical equation is written, the number of atoms on the same side of the side of reactants and products should be equal. This type of chemical reaction എന്താ പറയാ? Balanced chemical equation എന്ന് പറയും അല്ലേ. Look at the balanced chemical equation. Write down the products in the table. Reactants ഏതാണ്? C plus O2. Product CO2. H2 plus Cl2. Reactants. 2HCl product. 2H2 plus O2, 2H2O products. The equation given below are not balanced. Can you balance? Balance ചെയ്യാൻ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? Mg യുടെ നമ്പർ ഒന്നാണോ നോക്കണം. ഇതിൽ Mg എത്രയാണ്? 1. പ്രൊഡക്റ്റിലും 1 ആണ്. പക്ഷെ നമ്മൾ യൂസ് ചെയ്ത റിയാക്ടൻസ് 2 പ്രൊഡക്റ്റ് 1 ഉള്ളൂ. അപ്പൊ എന്താ ചെയ്യുക? 2 എന്നിട്ട് കൊടുക്കുക. 2Mg plus O2, 2MgO. ഓക്കെ. അതുപോലെ NaOH, H2SO4. അതുപോലെ ഓരോന്നും എടുത്തിട്ട് നമുക്കും ചെയ്യാം. ഇപ്പൊ N2H2 എന്ന് പറയുമ്പോൾ 2NH3. ഇതിൽ 3 ഹൈഡ്രജൻ. ഇവിടെയാണെങ്കിലോ 2 ഉള്ളൂ. അപ്പൊ ഇവിടെ നൈട്രജൻ ആണെങ്കിൽ 2. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 2NH3 ഇടുമ്പോൾ 6 ആവും അല്ലെ. അപ്പൊ ഇവിടെ 3 ഹൈഡ്രജൻ ഇട്ട് കൊടുക്കുക. 3H2 ഇടുക. N2യുടെ ഇവിടെ എന്താ ഇടുക? N2 അതേപോലെ തന്നെയാണ്. N2 plus 3H2 gives 2NH3. Okay. Write down the equation for the chemical reaction familiar to you and try to balance it. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്ത് നിന്ന് പഠിച്ചത്. If you are interested, please do share, like and subscribe my channel. Okay, thank you.